ഹായ് ഫ്രണ്ട്സ്, ജേർണലിംഗ് ജേണിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് കാറ്റഗറി, കോസ്റ്റ് സെൻറ്ററാണ്. കോസ്റ്റ് കാറ്റഗറിയെക്കുറിച്ചും കോസ്റ്റ് സെൻറ്റേഴ്സിനെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോസ്റ്റ് കാറ്റഗറി, കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ടാവും. അപ്പോൾ ആ എക്സ്പെൻസിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് സെൻറ്റേഴ്സും കോസ്റ്റ് കാറ്റഗറിയും യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ മാസവും റെൻറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ റെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ടോട്ടൽ റെൻ്റാണ് കൊടുക്കുന്നത്. അത് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ട്, അതായത് ഇപ്പോൾ ഒരു 10,000 റുപ്പീസ് റെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഗോഡൗണിൻ്റെ റെൻറ്റ് എത്രയാണ്, ഓഫീസിൻ്റെ റെൻറ്റ് എത്രയാണ്, അങ്ങനെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും യൂസ് ചെയ്യണത്. അതേപോലെ നമ്മൾ എംപ്ലോയീസിന് സാലറി കൊടുക്കുമ്പോൾ ടോട്ടൽ സാലറി 50,000 ആണ് കൊടുക്കുന്നത്. അത് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്ര എമൗണ്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾക്ക് എത്ര കൊടുക്കുന്നുണ്ട്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് എത്ര കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും യൂസ് ചെയ്യണത്. അപ്പോൾ ആദ്യം നമുക്ക് കോസ്റ്റ് സെൻറ്റേഴ്സ് എനേബിൾ ചെയ്യണം. കോസ്റ്റ് സെൻറ്റേഴ്സ് എനേബിൾ ചെയ്യാൻ നമ്മൾ F11 പ്രസ് ചെയ്യുക. F11 ഒന്നുകിൽ കീബോർഡിൽ F11 പ്രസ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ കമ്പനി ഓൾട്ട് കെയിൽ പോവുക. കമ്പനിയിൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് കാണാം. ഓക്കെ, അതിനകത്തുണ്ടായിരിക്കും ഇവിടെ എനേബിൾ കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ് കാണാം. ഈ ഓപ്ഷൻ നമ്മൾ എസ് ആക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. F11 എന്ന് പറഞ്ഞ ഫീച്ചേഴ്സാണ്. അതിനകത്ത് എനേബിൾ കോസ്റ്റ് സെൻറ്റേഴ്സ് എസ് ആക്കി നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്തു, സേവ് ചെയ്തു. അതിനുശേഷം ഇനി നമുക്ക് കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് കാറ്റഗറിയും ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് ആണ്. ക്രിയേറ്റിൽ എൻ്റർ പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് സെൻറ്റേഴ്സ് കാണാൻ പറ്റും, പക്ഷേ കോസ്റ്റ് കാറ്റഗറി വന്നിട്ടുണ്ടായിരിക്കില്ല. കോസ്റ്റ് കാറ്റഗറി വേണമെങ്കിൽ നമ്മൾ അതിന് തൊട്ട് മുകളിലായിട്ട് ഷോ മോർ എന്ന് പറഞ്ഞിട്ട് കാണാം. ഷോ മോറിൽ എൻ്റർ അടിക്കുക. അപ്പോൾ അതിനകത്ത് തൊട്ട് താഴെയിട്ടുണ്ടാവും കോസ്റ്റ് കാറ്റഗറി ഉണ്ടായിരിക്കും, കോസ്റ്റ് സെൻറ്ററും ഉണ്ടായിരിക്കും. കോസ്റ്റ് സെൻറ്റർ നമ്മൾ F11 എനേബിൾ ചെയ്തപ്പോൾ തന്നെ വന്നതാണ്. കോസ്റ്റ് കാറ്റഗറി ഇപ്പോഴാണ് നമുക്ക് എനേബിൾ ആയത്. ഇനി നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് കാറ്റഗറിയാണ് ആദ്യം ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ കോസ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. അവിടെ ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ക്രിയേറ്റ് ന്യൂ. ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് കാറ്റഗറിയാണ്. ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോണ കാറ്റഗറി റെൻ്റാണ്. ആ റെൻറ്റിന് നമുക്ക് ഓഫീസ് റെൻറ്റ്, അതേപോലെ ഗോഡൗൺ റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിൽ കോസ്റ്റ് കാറ്റഗറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് റെൻ്റാണ്. റെൻറ്റ് കൊടുത്തു, സേവ് ചെയ്തു. ഓക്കെ, അതിനുശേഷം എസ്കേപ്പ് അടിച്ചു. എന്നിട്ട് ഇനി അടുത്തത് ക്രിയേറ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് സെൻറ്ററാണ്. കോസ്റ്റ് സെൻറ്റേഴ്സിൽ എൻ്റർ പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാറ്റഗറി ചോദിക്കും. ഇവിടെ കാറ്റഗറിയിൽ നമ്മൾ എന്ത് സെലക്ട് ചെയ്യണം? നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാറ്റഗറി ഇവിടെ കാണാം. സ്പേസ് ബാർ അടിച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാറ്റഗറി കാണാം. അതിനകത്തുനിന്ന് റെൻറ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മുടെ കോസ്റ്റ്, ഈ റെൻറ്റ് എന്നുള്ള കോസ്റ്റ് കാറ്റഗറിയിൽ എന്തൊക്കെ കോസ്റ്റ് സെൻറ്ററാണുള്ളത് അതാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൊടുക്കാം ഓഫീസ് റെൻറ്റ് ഉണ്ട്. റെൻറ്റിനകത്ത് ഓഫീസ് റെൻറ്റ് എന്നുള്ള ഒരു കോസ്റ്റ് സെൻറ്റർ ഉണ്ട്, സേവ് ചെയ്തു. അതേപോലെ ഗോഡൗൺ റെൻറ്റും ഉണ്ട്. ഓക്കെ, ഗോഡൗൺ റെൻറ്റ്. ഇങ്ങനെ റെൻറ്റ് രണ്ട് ടൈപ്പാണുള്ളത്. ഇങ്ങനെയാണ് കോസ്റ്റ് സെൻറ്റേഴ്സും കോസ്റ്റ് കാറ്റഗറി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ വൗച്ചറിൽ പോവാം. നോർമൽ വൗച്ചർ ചെയ്യാൻ വൗച്ചേഴ്സിൽ പോയി. ഇനി നമ്മൾ റെൻറ്റ് കൊടുക്കുമ്പോൾ അത് F5 പേയ്മെൻറ്റിലാണ്. പേയ്മെൻറ്റ് വൗച്ചറാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. പേയ്മെൻറ്റിൽ നമുക്ക് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ലെഡ്ജറൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റിൽ പോയി അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് റെൻ്റാണ്. റെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാം, കോസ്റ്റ് സെൻറ്റേഴ്സ് ആർ അപ്ലിക്കബിൾ എന്ന് കാണാം. ആ ഓപ്ഷൻ നമ്മൾ എസ് ആക്കണം. റെൻറ്റിന് കോസ്റ്റ് സെൻറ്റേഴ്സ് അപ്ലിക്കബിൾ ആണ്, അത് എസ് ആക്കണം. അഥവാ നമ്മളുടെ സിസ്റ്റത്തിൽ ഈ ഒരു ഓപ്ഷൻ ഇവിടെ കണ്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? F12 പ്രസ് ചെയ്യുക. F12 എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ ആണ്. ആ F12-നകത്ത് നമുക്കിവിടെ ഉണ്ടായിരിക്കും അപ്ലൈ കോസ്റ്റ് സെൻറ്റേഴ്സ് ഫോർ ലെഡ്ജേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്ലൈ കോസ്റ്റ് സെൻറ്റേഴ്സ് ഫോർ ലെഡ്ജർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് നമ്മൾ എസ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ലെഡ്ജർ ക്രിയേഷനിൽ കോസ്റ്റ് സെൻറ്റേഴ്സ് ആർ അപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ വരുള്ളൂ. ഇത് നോ ആണെങ്കിൽ നമുക്കതവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് അഥവാ നോ ആണെങ്കിൽ അതിനെ എസ് ആക്കിയിട്ട് സേവ് ചെയ്യുക. അപ്പോഴാണ് നമുക്കിവിടെ കോസ്റ്റ് സെൻറ്റേഴ്സ് ആർ അപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മൾ എസ് കൊടുത്തു, ആക്സെപ്റ്റ് ചെയ്തു.
ഇനി റെൻറ്റ് നമ്മൾ ടോട്ടൽ പേയ്മെൻറ്റ് വരുന്നത് 25,000 രൂപയാണ് റെൻറ്റ് കൊടുക്കുന്നത്. എമൗണ്ട് കൊടുത്ത് എൻ്റർ അടിച്ചാൽ അടുത്തത് നമ്മളോട് ചോദിക്കുന്നത് കോസ്റ്റ് കാറ്റഗറിയാണ്. കോസ്റ്റ് കാറ്റഗറിയുടെ ലിസ്റ്റ് വരണമെങ്കിൽ സ്പേസ് അടിച്ചാൽ മതി. അതിലേത് കാറ്റഗറിയെങ്കിൽ നമ്മൾ കുറേ കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ നമ്മൾ റെൻറ്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ റെൻറ്റ് സെലക്ട് ചെയ്യാം. അടുത്തത് ചോദിക്കുന്നത് നെയിം ഓഫ് കോസ്റ്റ് സെൻറ്ററാണ്. സ്പേസ് ബാർ അടിച്ചാൽ ലിസ്റ്റ് കാണാം. ഇതിൽ ഓഫീസ് റെൻറ്റ് അപ്പോൾ നമ്മൾ ടോട്ടൽ 25,000 ആണ്. അതിൽ ഓഫീസ് റെൻറ്റ് എന്ന് പറയുന്നത് 15,000 ആണ്. അപ്പോൾ ഓഫീസ് റെൻറ്റ് 15,000 15,000 കൊടുത്തു. ഇനി അടുത്തത് ഗോഡൗൺ റെൻറ്റ് എന്ന് പറയുന്നത് 10,000 രൂപ ബാലൻസ് എമൗണ്ട്. അങ്ങനെയാണ് നമ്മൾ 25,000 രൂപ കൊടുക്കുന്നത്. ക്രെഡിറ്റ് ക്യാഷ് ഓർ ബാങ്ക്, നമുക്ക് ക്യാഷായിട്ട് കൊടുക്കാം. ക്യാഷായിട്ട് കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് ഈ റെൻറ്റിന് താഴെ നമ്മളുടെ ലെഡ്ജറിന് താഴെ ഈ കോസ്റ്റ് സെൻറ്റേഴ്സും കോസ്റ്റ് കാറ്റഗറിയും ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ F12 കോൺഫിഗറേഷനിൽ പോവുക. ഇവിടെ നമുക്ക് ഈ കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് കാറ്റഗറിയും അഥവാ ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ ചെറിയൊരു സെറ്റിങ്സ് ഉണ്ട്. F12 കോൺഫിഗറേഷനിൽ പോവുക. അതിനകത്ത് ഇവിടെ ഉണ്ടായിരിക്കും ഷോ കോസ്റ്റ് സെൻറ്റർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇത് എസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വൗച്ചറിൽ കോസ്റ്റ് സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ F12 കോൺഫിഗറേഷനിൽ പോയിട്ട് ഷോ കോസ്റ്റ് സെൻറ്റർ ഡീറ്റെയിൽസ് എന്നുള്ളത് എസ് ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. ഇതാണ് കോസ്റ്റ് സെൻറ്റേഴ്സും കോസ്റ്റ് കാറ്റഗറി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അക്കൗണ്ട്സ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.